എഴുത്തുകാരൻ ടി പത്മനാഭൻ മലയാള സിനിമയിലെ ആ തിമിംഗലങ്ങൾ എവിടെ എന്നൊരു ചോദ്യം ഉന്നയിച്ചു. സുമാർ അഴീക്കോട് പണ്ട് പറഞ്ഞു, മലയാളത്തിലെ ഈ രണ്ട് ഉന്നതന്മാര് ആ വടവൃക്ഷത്തിന്റെ അല്ലെങ്കിൽ ആൽമരത്തിന്റെ ചോട്ടിലെ മറ്റു ഒരു ചെടികളും കിളിർക്കില്ല എന്ന്. അതാണ് സുമാർ അഴീക്കോട് പറഞ്ഞു വെച്ചത്. പിന്നീട് ഇപ്പോൾ ടി പത്മനാഭൻ ഈ മഹാനടന്മാരുടെ ഒളിവിൽ പോക്ക് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെയാണ്: ആ തിമിംഗലങ്ങൾ എവിടെയെന്ന്. എന്താണ് മമ്മൂട്ടിയും മോഹൻലാലും ഒളിച്ചോടാൻ കാരണം? ഇതുപോലെയുള്ള ചരിത്രങ്ങൾ എന്തെങ്കിലും പിന്നിലുണ്ടോ? നമുക്കറിയാം, അമ്മയിലെ മുടിചൂടാ മന്നന്മാരായിരുന്നു ഇവരൊക്കെ. ഇടവേള ബാബുവും അതുപോലെ മോഹൻലാലും മമ്മൂട്ടിയും സിദ്ദിഖും ദിലീപും ഒക്കെ നിയന്ത്രിച്ചിരുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി. രഞ്ജിത്തിനെതിരായിട്ടും സിദ്ദിഖിനെതിരായിട്ടും ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ സിദ്ദിഖ് രാജിവെച്ചു, രഞ്ജിത്ത് രാജിവെച്ചു. രഞ്ജിത്തിനെ അതിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ രാജിവെച്ചപ്പം ബാബുരാജ് രംഗത്ത് വന്നു. ബാബുരാജിനെതിരായിട്ട് ഇതുപോലെയുള്ള സെക്ഷുവലായിട്ടുള്ള ആരോപണം വന്നു, പിന്മാറി. വളരെ ബുദ്ധിപൂർവം ഈ മഹാനടന്മാർ രണ്ടുപേരും ഇതേ ആരോപണം അവർക്കും വരും എന്ന് കണക്കാക്കി അവര് 17 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രാജിവെപ്പിച്ചു. അതിൽ 4 പേര് രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല. അതിനകത്ത് അനന്യ, സരയു, വിനു മോഹൻ, അതോടൊപ്പം ജഗദീഷ്, ശ്വേതാമേനോൻ, ഇവരൊന്നും രാജിവെക്കാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുന്നതിനോട് എതിരായിരുന്നു. എന്തിനാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് അമ്മയെ അനാഥമാക്കുന്നത്? അവിടെ ആൾക്കാരുണ്ടല്ലോ, സൗകര്യമില്ലാത്തവർ ഓടി രക്ഷപ്പെടട്ടെ. പലരും പേരിൽ ഇതുപോലെയുള്ള ലൈംഗിക ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവർ രണ്ടുപേരും ഓടി ഒളിച്ചത് വളരെ ക്ലാസിക്കായിട്ടായിരുന്നു. വളരെ ബുദ്ധിപൂർവം തന്നെ മറ്റുള്ള തങ്ങളുടെ കീഴിലുള്ള നടന്മാരെ നടിമാരെ മണ്ടിമാരാക്കിയുമാണ് അവര് വളരെ ക്ലെവറായിട്ട് ഇവിടുന്ന് ഓടി ഒളിച്ചത്. തങ്ങളുടെ പേരിൽ ആരോപണം വരും എന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് അവര് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ 2 പേരുടെ പേരിലുള്ള ആരോപണത്തിന്റെ പുറത്ത്, അല്ല 3, 4, 5 അമ്മയുടെ പ്രവർത്തകർക്കെതിരായിട്ട് ആരോപണം വരുന്നു, അതിന് കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്നറിഞ്ഞപ്പം ആ 2 മഹാരഥന്മാരും ഓടി ഒളിക്കുന്നത് നമ്മൾ കണ്ടു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മൊത്തമായിട്ട് രാജിവെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ടൈറ്റാനിക് കപ്പൽ സിനിമ നമ്മളെല്ലാവരും കണ്ടു. അത് മുങ്ങിത്താഴ്ന്ന ആ അപകട അവസ്ഥയിൽ അതിൻ്റെ കപ്പിത്താൻ്റെ അസിസ്റ്റന്റും ആ നൗകയെ, ടൈറ്റാനിക്കിനെ നിയന്ത്രിക്കുന്നവര് അതിനകത്തുള്ള ആയിരക്കണക്കിന് ആൾക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം, എടുക്കാൻ പറ്റുന്ന ബോട്ടുകൾ, ചെറിയ ബോട്ടുകളൊക്കെ കടലിലിറക്കി അവരെ ഓരോരുത്തരെ രക്ഷപ്പെടുത്തുന്ന രംഗം നമ്മൾ കണ്ടു. ആ ബോട്ടുകളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വെള്ളത്തിൽ പൊങ്ങിക്കൊടുക്കാനുള്ള ചില സാധനങ്ങളൊക്കെ അവരെ ധരിപ്പിച്ചിറക്കുന്നത് നമ്മൾ കണ്ടു. അതിനകത്തുള്ള ആൾക്കാരെ, അവസാനത്തെ ആൾ വരെ രക്ഷപ്പെടുത്തിയ ശേഷം മാത്രമേ കപ്പിത്താനും പുള്ളിയുടെ കൂടെ ഉള്ള അസിസ്റ്റന്റും ആ നൗകയിൽ നിന്ന് വെളിയിൽ ചാടി പോകാൻ പാടുള്ളൂ. ഇവിടെ കപ്പലും മുങ്ങുന്നു എന്ന് മനസ്സിലായി, തങ്ങളും അതിൻ്റെ അകത്ത് പെട്ടുപോകും. അവര് വളരെ ബുദ്ധിപൂർവം ആ ബോട്ടിറക്കി അവരങ്ങ് രക്ഷപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മലയാള സിനിമയിലെ നടന്മാര് പലരും പ്രതിസന്ധിയിലോട്ട് പോകുമ്പോൾ പാറ പോലെ ഉറച്ചു നിന്ന് അതിനെ നേരിടാനും, ആ അമ്മയുടെ അംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് മനഃപൂർവ്വം ആരെങ്കിലും കേസ് കൊടുത്തതാണെങ്കിൽ അതിന് പ്രതിവിധി നേടാനും, അതുപോലെ തന്നെ അവർ കുറ്റകൃത്യം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് അത് നേരിടട്ടെ, അതിനുള്ള ധൈര്യം കൊടുക്കട്ടെ. അങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യേണ്ട ആ മഹാരഥന്മാരെ എവിടെയെന്ന് നമുക്കറിയില്ല. മോഹൻലാലും മമ്മൂട്ടി എവിടെ നിൽക്കുന്നു, ഇന്ത്യ വിട്ടിരിക്കാനുള്ള സാധ്യത. മലയാള സിനിമയിൽ ഇനി അവർക്ക് ചാൻസ് ഇല്ല. മലയാള സിനിമയിലെ അമ്മ എന്ന സംഘടനയെ വലിച്ചെറിഞ്ഞു പോയത് ശരിയായില്ല. കാരണം
കേരളത്തിലെ ജനങ്ങളെല്ലാം ഈ മഹാ നടന്മാരെ ആരാധിക്കുന്നു, അവരെ സൃഷ്ടിച്ച ജീവിതത്തിലെ മുഹൂർത്തങ്ങളൊക്കെ ആസ്വദിക്കുന്നു. അവരോട് നമുക്ക് അതിയായ ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നി. അവരെ പലരെയും നമ്മൾ പൂജിക്കുന്നു. അങ്ങനെയുള്ള സ്ഥാനത്ത് നിൽക്കുന്നവരെ ഒരു നിമിഷം കൊണ്ട് ഓടി ഒളിക്കുന്നതും ഒളിച്ചോടുന്നതും ഒക്കെ നമ്മൾ കാണുകയാണ്. എന്താണ് അതിന്റെ പിന്നിലുണ്ടായത്? ഈ കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് വന്നു. ഇവരെ സഹായിക്കാനായിട്ട് ഗവൺമെന്റ് അത് 5 വർഷം പൂഴ്ത്തിവെച്ചു. വിവരാവകാശ കമ്മീഷന്റെ ഇടപെടൽ മൂലം അതിപ്പം പുറത്തു വന്നു. അതിന്റെ പാർഷ്യലായിട്ട് കുറെ ഭാഗങ്ങളെ വന്നുള്ളെങ്കിലും ബാക്കി മുഴുവൻ ഭാഗങ്ങളും ഹൈക്കോടതിയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ഡിവിഷൻ ബെഞ്ച് അതിനകത്ത് കോഗ്നിസ് ഓഫൻസ് ഉണ്ടെങ്കിൽ ഉത്തരവിടും എന്ന് മനസ്സിലാക്കി. നിയമപരമായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയിൽ നിന്ന് ഓടി ഒളിച്ചത്. അതെന്തായാലും ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തിരിക്കുന്നത്. അവർ ഒളിച്ചോടിയത് എന്തിന്? അവരുടെ പേരിൽ ഇതുപോലെ ആരോപണം വരുമോ? ഉണ്ടാവാം, ഉണ്ടായിരിക്കും. കാരണം അവരുടെ കണ്ടംപററി ആയിട്ടുള്ള പല നടന്മാരുടെയും പേരിൽ ആരോപണം വന്നു കഴിഞ്ഞു. പലരും ഇപ്പം കേസിലെ പ്രതിയായി. അതുകൊണ്ട് ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 17 പേര് ഒന്നിച്ച് തീരുമാനമെടുത്ത് ഞങ്ങൾ മുങ്ങുന്നു, ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. എന്താണ് ധാർമ്മികത അതിനകത്ത്? വല്ലവരും ചെയ്ത കുറ്റത്തിന് ഇവരെന്തിനാണ് ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? അപ്പോൾ എന്തോ രണ്ടുപേരും എന്തോ പേടിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് മുങ്ങിയത്. അവരൊരു പ്രസ് കോൺഫറൻസ് നടത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരായിട്ട് ആരോപണം വരുമെന്നായിരുന്നു ഞാൻ കരുതുന്നത്. അതിന് വഴിയുണ്ടായില്ല, ഇട കൊടുത്തില്ല. അവര് വളരെ ബുദ്ധിപൂർവം 17 പേരുടെ എക്സിക്യൂട്ടീവ് അവര് രാജിവെച്ചു. അതിനെതിരായിട്ട് ഒരു 4-5 പേര് ഇപ്പൊ ശബ്ദിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അവരെ അഭിനന്ദിക്കുന്നു. കാരണം അനന്യയും സരയും വിനു മോഹനും ജഗദീഷും ശ്വേതാമേനോനും ഒക്കെ അതിനെതിരായി ശബ്ദിച്ചു കഴിഞ്ഞു. അവരുടെ പ്രവൃത്തി ശരിയായില്ല, അവർ രാജിവെച്ച് പോന്നേ പോട്ടെ, സംഘടന നിലനിൽക്കട്ടെ. സംഘടനയിൽ 505 പേരുള്ള 506 പേരുള്ള സംഘടനയിലുണ്ട്. ആ സംഘടന അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. ഇവരുടെ സ്വന്തം പ്രോപ്പർട്ടി ആണെന്ന് കരുതുമ്പോഴല്ലേ അവർ ഇതുപോലെ ഒളിച്ചുകൂടുന്നത്. അത് ആ പ്രവൃത്തി ഏതായാലും ചെയ്ത് ശരിയായില്ല. സംഘടന നിലനിൽക്കണം. ചെറുപ്പക്കാർ ധാരാളം പേരിലുണ്ട്, കഴിവുള്ളവരുണ്ട്, നല്ല അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്നവരുണ്ട്, നടന്മാരും നടിമാരും ധാരാളം പേരുണ്ട്. പരിക്കേൽക്കാതെ ഇതുപോലുള്ള ആരോപണം ഇല്ലാതെ പലരും സിനിമയിൽ ഇന്നും നിലനിൽക്കും. അവര് അമ്മ എന്ന സംഘടന മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അതുപോലെ തന്നെ WCC രംഗത്തുണ്ട്. ആ WCCയിലെ അംഗങ്ങള് അവര് ഇപ്പം കൃതാർത്ഥരായി. അവരനുഭവിച്ച ബുദ്ധിമുട്ടിനും പ്രയാസങ്ങൾക്ക് പരിഹാരമായി. 2017 മുതൽ നമുക്കറിയാം ആ ഒരു നടിയെ പീഡിപ്പിച്ച ദിലീപ് ഉൾപ്പെടെയുള്ളവരെ. അന്ന് മുതൽ WCC വളരെയധികം കഷ്ടപ്പെട്ട് ഒരു സംഘടന രൂപീകരിച്ച് അവരിതിൻ്റെ പിന്നാലെ നടന്ന് ഗവൺമെന്റിനെ കണ്ട് പല സന്ദർഭങ്ങളും അഭിമുഖങ്ങൾ മുഖ്യമന്ത്രിയുമായിട്ട് നടത്തി. അങ്ങനെയാണ് ഹേമ കമ്മീഷൻ രംഗത്ത് വന്നത്. എന്നിട്ടും 5 വർഷം ആ ഹേമ കമ്മീഷൻ കണ്ടെത്തിയ കാര്യങ്ങൾ വെളിയിൽ വിടാതെ അത് എന്തുകൊണ്ടാണ്? ഈ മഹാനടന്മാരുടെ സ്വാധീനം തന്നെ. മമ്മൂട്ടി മോഹൻലാൽ 2-3 പ്രാവശ്യം ഹേമ കമ്മീഷൻ മുമ്പിൽ ഹാജരായല്ലോ. കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലായി. അതിന്റെ റിപ്പോർട്ട് അവർ കാണണ്ട. ഹൈക്കോടതി ആ മുഴുവൻ റിപ്പോർട്ട് നോക്കുന്നുണ്ട്. അത് ആർക്കൊക്കെ പരിക്ക് പറ്റുമെന്ന് അവർക്കറിയാം. തങ്ങളും അതിനകത്ത് ഉൾപ്പെടുമോ എന്ന് ഭയപ്പെട്ട് അവർ ഓടിക്കളഞ്ഞു. അവർ മലയാള സിനിമയിൽ നിന്ന് അവർ ഓടി രക്ഷപ്പെട്ടു. ഇനിയുള്ള ശിഷ്ടജീവിതം വിദേശത്ത് എവിടെയെങ്കിലും നടത്തുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു.